ഇപ്പോൾ ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് വളരെയധികം വിഷമം തോന്നിയ ഒരു സംഭവം ഉണ്ടായി. ആ സംഭവം ഉണ്ടായത് അപ്പുറത്താണ്, വാമനപുരം മണ്ഡലത്തിലാണ്, അങ്ങറ്റത്താണ്. നമ്മൾ അവിടെ പോവുകയൊക്കെ ചെയ്തിരുന്നു. നമ്മുടെ ഒരു ഗണഗീതം ഒരു ക്ഷേത്രത്തിനകത്ത് പാടിയതിൻ്റെ പേരിൽ ആ ഗണഗീതം പാടിയത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില സഖാക്കള് സ്റ്റേജിൽ കയറുകയും ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. അന്ന് ആ ഗണഗീതം പാടുന്നതിനെ എതിർത്തുകൊണ്ട് വേദിയിൽ കയറിയ ആളെ തിരിച്ച് തടഞ്ഞതിന്റെ പേരിൽ, അവിടെ ഒരു ചെറിയ കശപിശ ഉണ്ടായതിന്റെ പേരിൽ നമ്മുടെ സഹോദരന്മാർക്ക് 20 ദിവസത്തോളം ജയിലിൽ കിടക്കേണ്ടി വന്നു. ഞാൻ അവരെ കാണാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. ആരും എന്നെ വിളിച്ചിട്ട് പോയതല്ല, പക്ഷേ രക്തം തിളച്ചതുകൊണ്ട് പോയതാണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഗണഗീതം പാടിയത് തടഞ്ഞയാളെ, അയാളെ എതിർത്തതിന്റെ പേരിൽ 6 പേര് 10-20 ദിവസങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ, നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ നമ്മൾ സംഘടനാ പ്രവർത്തനം നടത്തുമ്പോൾ എന്തൊക്കെ വില കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. 1-2 ദിവസം ജയിലിലേക്ക് പോകേണ്ടി വരുമ്പോൾ പോലും, ഇത്തരം ഒരു സാഹചര്യത്തിൽ പോകേണ്ടി വരുമ്പോൾ പലപ്പോഴും പലരും അത് ജയിലിൽ കിടന്നവന്റെ കുടുംബമാണ്, ഗുണ്ടയുടെ കുടുംബമാണ് എന്നൊക്കെ ഉള്ളത്. നല്ല കുടുംബത്തിൽ ജനിച്ച കുട്ടികളാ, നല്ല മര്യാദയ്ക്ക് ജോലിക്ക് പോയിട്ട് കുടുംബം നോക്കി ഒരു തരത്തിലുള്ള മോശം പ്രവർത്തനവും നടത്താതെ ജീവിക്കുന്നവരാ. പക്ഷേ അവര് നമുക്കൊരു ഗണഗീതം, ഈ രാഷ്ട്രത്തിനെ വന്ദിക്കുന്ന തരത്തിലുള്ളൊരു ഗണഗീതം പാടാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞപ്പോ അതിനെ നെഞ്ചു വിരിച്ച് നിന്ന് എതിർത്തതിന്റെ പേരിൽ അവർക്ക് ജയിലിലേക്ക് പോകേണ്ടെന്ന സാഹചര്യം ഉണ്ടായി. ഈ സാഹചര്യം കേരളത്തിൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഞാൻ 2004 ഔദ്യോഗികമായി സംഘടനാ പ്രവർത്തനത്തിലേക്ക് കടന്നു വരുന്നത്. അതിനു മുമ്പ് നമ്മളിപ്പോ എപ്പോഴെങ്കിലും ബാലഗോകുലത്തിൽ എന്റെ കൃഷ്ണവേഷം കെട്ടിപ്പോയിരുന്നു, അല്ലെങ്കിൽ എന്റെ മാമൻ എന്നെ ചെറുതിലെ കൊണ്ടുപോയിട്ട് ശാഖയിലിരുത്തിയെന്നോ ഉള്ളതൊന്നും അല്ല. ഞാൻ എന്റെ പൂർണ്ണബോധ്യത്തോടു കൂടി സംഘടനാ പ്രവർത്തനം തുടങ്ങിയിട്ട് ഇന്ന് 22 വർഷമാവുകയാണ്. 2004 ഞാൻ വട്ടിയൂർക്കാവ് പോളിടെക്നിക്കിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്ന സമയത്ത് അത്യാവശ്യം രാഷ്ട്രബോധവും അത്യാവശ്യം ദേശസ്നേഹവും അത്യാവശ്യം സംഘടനയോടുള്ള വല്ലാത്ത ഒരു അഭിനിവേശവും ഒക്കെ കൂടി ചേർന്നിട്ടാണ് ഞാൻ കോളേജിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്നത്. ഞാൻ പോകുന്ന സമയത്ത് ഞാൻ കരുതുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ പ്രവർത്തനമാണല്ലോ. എല്ലാവരും പറയുന്നുണ്ട്, ഇപ്പൊ SFIക്കാർ എഴുതി വെച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നൊക്കെ ഉള്ള കാര്യം. അവർക്കതിൽ വിശ്വാസം ഇല്ലെങ്കിലും അവരുടെ ആ സാധനങ്ങളിലൊക്കെ അവർക്ക് വിശ്വാസമുണ്ട് എന്നൊരു തെറ്റിദ്ധാരണയോടുകൂടിയാണ് ഞാൻ സംഘടനാ പ്രവർത്തനം ആരംഭിക്കുന്നത്. അങ്ങനെ വലിയൊരു സംഘടനാ പ്രവർത്തന പാരമ്പര്യമോ കാഴ്ചപ്പാടോ ഒന്നും തന്നെ എനിക്കില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ചിട്ട് വലിയ ധാരണയുമില്ല. ഞാൻ അവിടെ ചെല്ലുന്നു, ആദ്യത്തെ ഫസ്റ്റ് ഇയർ തന്നെ കൊണ്ടുപോയിട്ട് നോമിനേഷൻ കൊടുക്കുന്നു. ഞാൻ ഈ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ കുറെ ആൾക്കാരൊക്കെ എന്നോട് വന്ന് ചോദിച്ചു, ജീവിക്കണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ലല്ലേ? ഞാൻ ചോദിച്ചു, എന്തു പറ്റി? അല്ല, ABVP-കാരൻ വന്ന് ഫസ്റ്റ് ഇയറിലൊക്കെ നോമിനേഷൻ കൊടുക്കുന്നു, അത്രയ്ക്ക് വലിയ ജീവിക്കാൻ ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടാണോ? വീട് എവിടെയാ? ഞാൻ പറഞ്ഞു, ഇന്ന പാപ്പനംകോടാണ്. അന്ന് ഞാൻ പാപ്പനംകോടാണ് താമസിക്കുക. പാപ്പനംകോടാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ യൂണിവേഴ്സിറ്റി കോളേജ് വഴിയല്ലേ വരിക? ഞാൻ പറഞ്ഞു, അത് യൂണിവേഴ്സിറ്റി കോളേജ് വഴി തന്നെയാണ് കടന്നു വരുന്നത്. കഴിഞ്ഞ ആഴ്ച യൂണിവേഴ്സിറ്റി കോളേജിന്റെ മുമ്പിൽ 4 ABVP-കാരെ ഇറക്കിയിട്ടിടിച്ചു. അവരെ കുറച്ചുപേരെ വലിച്ചഴിച്ച് സ്റ്റുഡന്റ് സെന്ററിന്റെ അകത്ത് കൊണ്ടുപോയി 3 ദിവസം പൂട്ടിയിട്ടു, കരിക്കൊക്കെ വെച്ച് അവരുടെ പുറത്തിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഭീതിപ്പെടുത്തുന്ന കഥകളാണ്. ആദ്യത്തെ റൗണ്ട് ഈ കഥകളൊക്കെ നമ്മളോട് വളരെ സോഫ്റ്റ് കോർണർ ഉണ്ട് എന്ന് തോന്നിക്കുന്ന ആൾക്കാരെ കൊണ്ട് പറയിക്കും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നോമിനേഷൻ പിൻവലിച്ചു പോകുന്നെങ്കിൽ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഫസ്റ്റ് ഇയറിലെ 6 ക്ലാസ്സുകളിലെ 5 പേരെ കൊണ്ടും പല തരത്തിൽ ഭീഷണിപ്പെടുത്തിയിട്ട് ഇവർ നോമിനേഷനുകൾ പിൻവലിച്ചു. ഒരാൾ മാത്രം നോമിനേഷൻ പിൻവലിച്ചില്ല, അത് ഞാനായിരുന്നു. ഞാൻ മത്സരിച്ചു. എന്നോട് ഭീഷണിപ്പെടുത്താൻ വന്നവരോടൊക്കെയും ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടോളാം, നിങ്ങളുടെ ഭീഷണി എൻ്റെ അടുത്ത് ഉണ്ടാവേണ്ടുന്ന കാര്യമില്ല. ഞാൻ സംഘടനാ പ്രവർത്തനം നടത്താൻ തീരുമാനിച്ചിട്ടാണ് ഞാൻ ഈ ക്യാമ്പസിലേക്ക് വന്നത്. ഞാൻ ഇവിടെ അത് തീരുമാനിച്ചിട്ടാണ് വന്നത് എന്നുണ്ടെങ്കിൽ, ഇവിടെ നോമിനേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ മത്സരിക്കും. ജയവും തോൽവിയൊക്കെ രണ്ടാമത്തെ ഭാഗമാണ്. പക്ഷെ ഞാൻ ഇവിടെ മത്സരിക്കും. നിങ്ങളുടെ തിട്ടൂരത്തിന് നിന്ന് തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ മത്സരിച്ചു. ഫസ്റ്റ് ഇയറുകളിൽ 20 വർഷത്തെ ചരിത്രത്തിനിടയിൽ SFIയുടെ ആ കോട്ട വീണു. 20 വർഷത്തിനിടയിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ഇയർ ക്ലാസ്സിൽ ഒരു ABVP-കാരൻ ജയിച്ചു. അത് ഞാനാണ്. അന്ന് 7 വോട്ടിന് ജയിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ SFIക്കാരെല്ലാവരും കൂടി എന്തോ ഒരു കാര്യത്തിന് സമരവും വിളിച്ചുകൊണ്ട് എൻ്റെ ക്ലാസ്സിലേക്ക് കയറി വന്നു.
ക്ലാസ്സിൽ ബെഞ്ചിലിരിക്കുകയായിരുന്ന എന്നെ ഇവരൊരു 10-30 പേര് കൂടിയിട്ട് പൊക്കിയെടുത്ത് എങ്ങനെ ഫ്രണ്ടിലെത്തിയെന്ന് എനിക്ക് അറിയില്ല, എടുത്തെറിഞ്ഞാന്ന് തോന്നുന്നു. നേരെ വന്നു, ഇവർ 10-30 പേര് കൂടി വളഞ്ഞിട്ട് ചവിട്ടി. ഞാൻ കരുതി ഇതോടുകൂടി കഴിയും. ഇല്ല, കഴിഞ്ഞിട്ടില്ല. അതൊരു ആരംഭം മാത്രമായിരുന്നു. 1 വർഷം ഞാൻ അവിടെ നിന്ന് ഈ പറയുന്ന സംഘർഷം, ഞാൻ ഒരു വശത്തും ഇവർ ഇത്രയും പേര് മറുവശത്തും എന്നുള്ള നിലയിൽ വലിയ സംഘർഷത്തിലേക്ക് പോയി. സെക്കൻഡ് ഇയർ ആയി. സംഘടനാ പ്രവർത്തനം കൊണ്ട് അത്യാവശ്യം ഞാൻ വളരെ ശാന്തമായി, സൈലന്റായി. നിങ്ങൾക്കറിയാം ഞാൻ എങ്ങനെയാണ് സംഘടനാ പ്രവർത്തനം നടത്തുന്നതെന്ന്. വലിയ ബല്ലുവിളിയൊക്കെ ബഹളങ്ങൾക്കോ ഒന്നും പോകില്ല. മര്യാദയ്ക്ക് ചെയ്യേണ്ട കാര്യം മാത്രം ചെയ്തു പോകുന്നു. അങ്ങനെ ചെയ്തു പോയി. സെക്കൻഡ് ഇയർ ആകുന്ന സമയത്ത് രക്ഷാബന്ധന് 99 പേര് ആ ക്യാമ്പസിൽ നിന്ന് രക്ഷാബന്ധന് പങ്കെടുക്കുന്ന സാഹചര്യമാണ്. എനിക്ക് ഇന്നും ആ നമ്പർ ഓർമ്മയുണ്ട്, മറ്റൊന്നും കൊണ്ടല്ല. ഒരാളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ 100 ആയേനെയല്ലോ എന്ന് പറയുന്ന വലിയൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. ഇതോടുകൂടി SFIക്കാർക്ക് വീണ്ടും ഹാലിളകി. ഇവർ വലിയ സംഘർഷത്തിലേക്ക് പോയി. സ്വാഭാവികമായിട്ട് അത് തിരിച്ചൊരു വലിയ റിട്ടാലിയേഷൻ സംഭവിക്കേണ്ടുന്ന കാര്യം വന്നു. അങ്ങനെ അന്ന് എനിക്ക് ആ കോളേജിൽ പഠനം നിർത്തേണ്ടി വന്നു എന്ന് മാത്രമല്ല, ഈ നെടുമങ്ങാട് മണ്ഡലവുമായിട്ടുള്ള എൻ്റെ ബന്ധം അവിടെ നിന്ന് ആരംഭിച്ചു. കാരണം 2005 18-ാം വയസ്സിൽ ഞാൻ അങ്ങനെ ഒരു വധശ്രമ കേസിൽ പ്രതിയായിട്ട് നെടുമങ്ങാട് കോടതി കയറി ഇറങ്ങാൻ തുടങ്ങിയതാണ്. അപ്പോൾ അന്ന് മുതൽ തുടങ്ങുന്നതാണ് ഈ നെടുമങ്ങാടുമായിട്ടുള്ള ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വിവാഹം കഴിച്ചത് കണ്ണൂരിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും പറയാറുണ്ട്, എന്താണ് ഞാൻ കണ്ണൂരുകാരനാണെന്ന് ചിലർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ വിവാഹം കഴിച്ചത് കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂരിൽ നിന്ന് മാത്രമല്ല, സാക്ഷാൽ AKGയുടെ കുടുംബത്തിൽ നിന്നാണ് കല്യാണം കഴിക്കുകയും ചെയ്തത് എന്നുള്ളത് മറ്റൊരു വസ്തുത. അപ്പോൾ ഈ കണ്ണൂരിൽ ചിലപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ കരുതിയത് നമ്മളാണ് ഏറ്റവും കഷ്ടപ്പെട്ട് സംഘടനാ പ്രവർത്തനം നടത്തുന്നത്. ഇത്രയൊക്കെ കഷ്ടപ്പാടുകളിലൂടെ നമ്മൾ കടന്നു വന്നതല്ലേ. കാരണം വീട്ടിലിപ്പോൾ എൻ്റെ അമ്മ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് രാത്രിയിൽ പോലീസ് വീട്ടിൽ കയറി വരിക, വീട്ടിനകത്തൊരു സീൻ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് നമ്മൾ പലർക്കും അറിയാവുന്നതാണ്. അതിലൂടെ ഞാൻ കടന്നു പോയതുകൊണ്ട് പറഞ്ഞാണ്. അപ്പോൾ നമുക്ക് തോന്നി ഇതൊക്കെ വലിയ സംഭവമാണ് എന്നുള്ള കാര്യം. ഞാൻ കണ്ണൂർ പോകുന്ന സമയത്ത് ഒരു ദിവസം എന്നോട് ചേട്ടാ രക്ഷാബന്ധന് പങ്കെടുക്കാമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു പിന്നെന്താ, പങ്കെടുക്കാമല്ലോ. അപ്പം ഞാൻ ശാഖയിലാണ് എനിക്ക് രക്ഷാബന്ധൻ എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോയി. അവിടെ പോകുന്ന സമയത്ത് ഒരു പാർട്ടി ഗ്രാമമാണ്. അപ്പോൾ ശാഖ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഒരു 800 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ ഒരു ഹാളിലാണ് ഈ പറയുന്ന രക്ഷാബന്ധം നടക്കുന്നത്. 800 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ ഒരു ഹാളിലാണ് ഇത് നടക്കുന്നത്. എല്ലാവരും കൂടി നിൽക്കുന്നു. പ്രാർത്ഥന ചൊല്ലുന്നത് തന്നെ വളരെ പതുക്കെയാണ്. പുറത്തേക്ക് കേട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. പാർട്ടി ഗ്രാമമാണ്. സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും മുറ്റി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അപരന്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കുന്നവർക്ക് എതിർ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ശബ്ദം കേൾക്കുന്നത് അലർജിയാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യില്ല. പിറ്റേ ദിവസം രാവിലെ വീട്ടിന്റെ കിണറ്റില് ബാർബർ ഷോപ്പിൽ നിന്ന് മുടിവാരി കൊണ്ടിടുക, പൈപ്പ് കട്ട് ചെയ്ത് കളയുക, അടുത്തുള്ള കടകളിൽ നിന്നൊന്നും സാധനം കൊടുക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള ചില പരിപാടികൾ മാത്രമേ ഉള്ളൂ. അതായത് അവിടെ ഈ മനുഷ്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ടൈം കീപ്പ് ചെയ്താണ് പോകുന്നത്. രാവിലെ 8 മണിക്കൊരു ബസ്, 10 മണിക്കൊരു ബസ്, ഇങ്ങനെ വൈകുന്നേരം 6 മണി വരെ ബസ് സർവീസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. അപ്പോൾ പ്രാദേശികമായി ജോലി കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ ഒരു ടൈല് പണിക്കാരനാണെന്നുണ്ടെങ്കിൽ പണി അന്വേഷിച്ച് ബസ്സിൽ കയറി ഏതെങ്കിലുമൊക്കെ നാട്ടിൽ പോയിട്ട് പിന്നെ ഏതെങ്കിലുമൊക്കെ അർദ്ധരാത്രി തിരിച്ചു വരേണ്ടി വരും. ഇത്തരത്തില് ഉപരോധങ്ങളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ പ്രവർത്തനം നടന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ മനസ്സിലാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനവും സംഘടനാ പ്രവർത്തനവും കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്.